ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, സുന്ദരമായ ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ആ കൂടെ കുറച്ച് കുക്കിങ്ങും പിന്നെ എന്റെ മനസ്സിലുള്ള കുറച്ച് തോട്ട്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വന്നോളൂ, അല്ലെങ്കിലും എനിക്കൊരു ഹായ് വിട്ടോളൂ. നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ കണ്ടും കേട്ടും അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും പോകാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഓവർ വെട്ടം ഇഷ്ടമില്ല കേട്ടോ. എപ്പോഴും എനിക്കൊരു ഡിം ലൈറ്റും നല്ല ഭംഗിയുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ മെയിൻ ലൈറ്റ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ട് ഈ ഒരു ഡിം ലൈറ്റിന്റെ ഈ ഒരു ഫയർ ക്രാക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ബെഡ്റൂം ലാമ്പും അങ്ങനത്തെയൊക്കെ ഓണാക്കിയിട്ടിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. ചില സമയത്ത് ഞാൻ ടിവിയിലേക്ക് ഇതുപോലെ എന്തെങ്കിലും മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ഓണാക്കി ഇടും കേട്ടോ. ഇന്നെനിക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ഉണ്ട്, പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം, അതിന്റെ കൂടെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അശ്വകൊച്ചു പോയി കഴിഞ്ഞപ്പോ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ ഇത്. അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച് തന്നെയാണ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തിടുന്നേ ഉള്ളൂ. അശ്വകൊച്ചു പോയി കഴിഞ്ഞപ്പോ ഗേറ്റ് ഒക്കെ അടച്ചിട്ട് ഞാൻ നേരെ വരാന്തയൊക്കെ അടിച്ചു വാരി അവിടെ ഒന്ന് തുടച്ചിട്ട് അങ്ങനെയാണ് മിക്ക ദിവസവും എന്റെ ഒരു പ്രഭാതം തുടങ്ങുന്നത് തന്നെ. ആ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഒറ്റപ്പെടലിനെ കുറിച്ചാണ് കേട്ടോ. ഒറ്റപ്പെടല് പലരും ഒരു ശാപമായിട്ട് കരുതാറുണ്ട് അല്ലെ, പക്ഷെ ഒറ്റപ്പെടൽ ഒരു ശാപമൊന്നും അല്ല അല്ലെ, അതൊരു തയ്യാറെടുപ്പാണ് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കഥയെ കുറിച്ച്, ഒരു കഴുകന്റെ കഥയെ കുറിച്ച്. ജീവിതത്തിൽ ഒരു ഘട്ടത്തില് പഴയ കൊക്കും നഖങ്ങളും കാരണം വേട്ടയാടാൻ ബുദ്ധിമുട്ടിയിട്ട് അത് ഉയർന്ന പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് അവിടെ കുറച്ചു കാലം മറ്റാരുടെയും സഹായമില്ലാതെ കഴിയുന്നതും ആ സമയത്ത് അത് പഴയ കൊക്ക് മാറ്റുകയും പുതിയ നഖങ്ങൾ വളർത്തുകയും ചെയ്യുന്നതും ആ ഒറ്റപ്പെടലിന് ശേഷം അത് മുമ്പത്തേക്കാൾ ശക്തിയായി തിരിച്ചു വരുന്നതും അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ജീവിതവും അതുപോലെയൊക്കെ തന്നെയാണല്ലേ. ചിലപ്പോൾ സുഹൃത്തുക്കൾ അകന്നു പോകാം, ചിലപ്പോൾ ബന്ധങ്ങൾ തകരാം, ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളും ഇല്ലെന്ന് വരെ നമുക്ക് തോന്നിയേക്കാം അല്ലെ. അപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് പ്രകൃതി നമ്മളെ തകർക്കുന്നേ ഇല്ല അല്ലെ, അത് നമ്മളെ ഒന്ന് റീബൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഇറങ്ങി കഴിയും വെക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വന്നിട്ട് ഡോഗിന്റെ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കി ഡോഗിന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അമൃത വരുമ്പോഴത്തേക്ക് അവൾക്കും കൂടിയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവൾക്കും കൂടി ഈ കറിയും കൂടി ചപ്പാത്തിയും കൂടി കൊടുക്കും. എന്നിട്ട് ഞങ്ങള് ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന കൊറിയർ വിടാൻ കാര്യമില്ല, നാളെ വിടും. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ അഡ്രസ്സ് ഒക്കെ എഴുതി അങ്ങനെ. അപ്പൊ ഇപ്പം ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 3 വിസില് വേവിച്ചു വെക്കും. കുക്കറിൽ തന്നെ വെച്ചിരുന്നു. പിന്നെ രാത്രി കഴിക്കുന്നതിന് കുറച്ച് മുമ്പാണ് ഞാനത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തത്. അത് ഞാൻ കാണിച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഈ വെജിറ്റബിൾ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ പിന്നെ അവൻ ഓക്കെയാണ്. റൈസും അങ്ങ് കഴിച്ചോളും. പിക്കിളും അതാണ് അവന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഞാൻ മോസ്റ്റ്ലി ചിലപ്പോൾ റൈസ് കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ. ഞാൻ രീതിയിലൊക്കെ വിശക്കാണെങ്കിൽ അത് ചോറുന്നു ആ രീതിക്കൊക്കെ. ഇന്ന് പകല് മഴയുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ മുറ്റമല്ല നല്ല വൃത്തിയായിട്ട് അടിച്ചു വരാൻ പറ്റിട്ടോ. അതിനുശേഷം മുറ്റത്തോട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തി ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതവും ചില സമയങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണല്ലേ, ശാന്തമായിട്ടൊന്ന് നിർത്തി നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്താനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് നമുക്കല്ലേ. പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളെല്ലാം മറ്റൊരാളിൽ അന്വേഷിച്ച് പക്ഷെ പിന്നെ ഒരു ബന്ധമൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ പെട്ടെന്ന് തോന്നിയേക്കാം അല്ലെ. ആദ്യ കാലത്തൊക്കെ അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വേദന തന്നെയാണ്. പക്ഷെ പിന്നെ നമ്മളതിൽ നിന്ന് സ്വയം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ സ്വന്തം വീടൊക്കെ മനോഹരമാക്കി നമ്മളുടെ മക്കളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിനോടൊപ്പം നമ്മളുടെ ആ ഒരു അന്തരീക്ഷത്തിൽ പുതിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് പുതിയൊരു ജീവിതം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതിന് അതിരുകളേ ഇല്ല അല്ലെ.
എന്നെ രക്ഷിക്കാൻ ആരും വരില്ല, കാരണം ഞാൻ തന്നെ എന്റെ രക്ഷകനായി മാറണം എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് അപ്പോൾ വരും അല്ലെ. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീബൂട്ട് ചെയ്യപ്പെടുന്നു, പ്രകൃതി നമ്മളെ റീബൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം. ആരും കൂടെ ഇല്ലെങ്കിൽ അതൊരു തോൽവിയൊന്നും അല്ല അല്ലെ. നമ്മളോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ കഥ അവസാനിച്ചിട്ടേ ഇല്ല, നിങ്ങളുടെ കഥ അവസാനിക്കുന്നേ ഇല്ല അല്ലെ. ഓരോ വലിയ വിജയത്തിന് മുമ്പിൽ ഒരു നിശബ്ദ കാലഘട്ടം ഉണ്ട് എല്ലാവരുടെ കാര്യത്തിലും. ഓരോ മാസ് എൻട്രിക്ക് മുമ്പ് ഒരു ബാക്ക് സ്റ്റേജ് തയ്യാറെടുപ്പുണ്ടെന്ന് പറയും പോലെ തന്നെ അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു മീൻകറി വെക്കണം ഇന്ന്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന തേങ്ങ കൊത്തുന്ന ഒരു കമ്പിയാണ് കേട്ടോ, തേങ്ങാ കമ്പി എന്ന് പറയാം. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ തേങ്ങ കുത്തി എടുക്കാട്ടോ. നല്ല മൂർച്ചയുള്ള ഒരു കമ്പിയാണത്. സ്റ്റീലിന്റെ, തുരുമ്പൊന്നും എടുക്കത്തുമില്ല. അടിപൊളിയാണ് കൂട്ടുകാരെ. നമുക്കിപ്പോ പായസത്തിലോ ഇപ്പൊ ഇതുപോലെ മീൻകറിക്കോ ഒക്കെ തേങ്ങ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതാണ്. ഇപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് പോരട്ടോ. അത്ര ഉപകാരമുള്ളതാണ് ഈ ഒരു തേങ്ങ കമ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനൊരു അരമുറി തേങ്ങ കൊത്തിയെടുക്കാന്ന് ഓർത്തു. നമുക്ക് തന്നെ ഇവിടെ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറിച്ചു വെച്ചതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് പൊതിച്ചെടുത്താണ്ട്, ഒരെണ്ണമല്ല കുറെ എണ്ണം പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കുറെയൊക്കെ ചിരകി ഫ്രീസറിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു തേങ്ങ മുഴുവൻ, അരമുറി തേങ്ങ ഇങ്ങനെ കൊത്തിയെടുത്ത്, പിന്നെ അത് കുറച്ച് നൈസായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. എനിക്കിങ്ങനെ കയ്യില് ഇങ്ങനത്തെ എന്തെങ്കിലും റബ്ബറിന്റെ ഒരു ഫിംഗർ ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ എന്റെ കൈ കുറച്ച് മുറിയാറുണ്ട് കേട്ടോ. കുക്കിംഗ് ഒക്കെ ശീലം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ഫിംഗർ ക്യാപ്പും കൂടി യൂസ് ചെയ്യും, അരിയാനും പെറുക്കാനും ഒക്കെ കേട്ടോ. അപ്പൊ നമുക്കത് വാളമീനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് വാളമീൻ. അശ്വിന് അയല മത്തിയൊക്കെയാണ് ഇഷ്ടം. എനിക്ക് പക്ഷെ വാളമീൻ കറി വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫ്രൈ ചെയ്താൽ എനിക്ക് അത്ര ഇഷ്ടമില്ല താനും. അങ്ങനെയാണ്. അപ്പം എല്ലാം ഞാൻ ആദ്യം അടുപ്പിച്ച് വെക്കും, എന്നിട്ടാണ് കുക്കിംഗ് തുടങ്ങുന്നത്. നല്ല വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവയൊക്കെ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഞങ്ങൾ വയനാട്ടുകാർ കടുക് പൊട്ടിക്കാറില്ല മീൻ കറിക്ക്, എപ്പോഴും ഉലുവ മൂപ്പിക്കും. ആ ഒരു രീതിയാണ്. അതുപോലെ തന്നെ അധികം ഉലുവ നമ്മൾ ഇടേണ്ട കാര്യമില്ല, അപ്പൊ ഒരു കയ്പ്പ് രസം വരും. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഞാൻ ചിക്കനും കൂടി ഒന്ന് 3-4 വിസിൽ വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെ ചിക്കൻ പുരട്ടി വെക്കുന്നതെന്നൊക്കെ. അപ്പം അതെടുത്തിട്ട് ഒരു 3-4 വിസിൽ കഴിഞ്ഞപ്പോൾ അതങ്ങ് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ എപ്പോഴും കൊത്തി അരിഞ്ഞ് വെക്കും നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും. ഇതുപോലത്തെ അങ്ങനത്തെ ആ ഒരു നമുക്ക് ഇത് കൊത്തി അരിഞ്ഞ് വെക്കാൻ പറ്റുന്ന ആ ബോക്സുകൾ നമ്മൾ സെയിലുണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവരും മേടിച്ചോളൂ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കൊത്തി അരിഞ്ഞു. പിന്നെ ചെറിയുള്ളിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അതാണ് ഒരു ഭയങ്കര എക്സ്ട്രാ രുചി കൊണ്ട് കൊടുക്കും നമുക്ക് ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട. പിന്നെ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടിയും കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് ഇത്. അപ്പൊ കഴിയുകയാണെങ്കിൽ നമ്മൾ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ചേർക്കും. അതൊരു 3-4 കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല, 3-4 ടീസ്പൂൺ തന്നെ ചേർക്കും. പിന്നെ ഞാൻ വാളക്കറിക്ക് മല്ലി ചേർക്കും കേട്ടോ. അതാണ് അതിന് കുറച്ച് കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. എന്നിട്ട് കുറച്ച് തീ സിം ആക്കി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. അത് അത്യാവശ്യം വെള്ളം തന്നെ ചേർക്കും കേട്ടോ. നമ്മുടെ ഫിഷൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ അതിലേക്ക് നമ്മൾ കൊടംപുളിയും വയനാടൻ കൊടംപുളി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ, വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി. നല്ല കൊടംപുളി ഉണ്ട് കേട്ടോ. പിന്നെ തേങ്ങ കൊത്തിയത് നമ്മുടെ കറിവേപ്പിലയും കൂടി. കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലാണ്, നല്ല നാടൻ കറിവേപ്പിലയാണ്. പിന്നെ അതിലേക്ക് ഈ ഒരു ഫിഷൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ കുറച്ചധികം ഫിഷ് ഒന്നിച്ചങ്ങ് വെച്ച് വെക്കും കേട്ടോ. അപ്പൊ ഒരു 2-3 ദിവസത്തേന് നമുക്ക് പിന്നെ ചൂടാക്കി വെച്ചാൽ അങ്ങനെ ഇരുന്നോളും. ആ രീതിയാണ്. അപ്പൊ നമുക്ക് അത് നന്നായിട്ട് പിന്നെ തിളയ്ക്കാൻ വിടുക. ഉപ്പും ചേർത്തല്ലോ, എല്ലാം ചേർത്ത് കഴിഞ്ഞല്ലോ. പിന്നെ അതിനെ തിളച്ച് വേവാൻ വേണ്ടി വിടുകാന്നേ ഉള്ളൂ. അപ്പൊ ചിക്കൻ ഞാൻ 3-4 വിസിൽ വേവിച്ച് വെച്ചത് ബട്ടർ ഇട്ടിട്ടാണ് അത് മൊരിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിന്റെ മസാലക്കൂട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊന്ന് പോയി കണ്ടോളൂ. എന്നിട്ട് അതും അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കും. നല്ല ടേസ്റ്റ് ആണ് ഒരു മന്തി ചിക്കന്റെ ടേസ്റ്റ്. വേണമെങ്കിൽ അതിന് കളറും കൂടി ചേർക്കാം. അങ്ങനെയാ പിന്നെ കറക്റ്റ് മന്തി ചിക്കൻ ആകും ആ രീതിക്ക്. അപ്പൊ നമ്മുടെ ഫിഷ് കറിയും വെന്തു. ഇതെല്ലാം ഞാൻ ഡ്രൈവിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. രാവിലെ നമ്മൾ അടിച്ചു വാരി പിന്നെ കുറേ പണികൾ അങ്ങനെയൊക്കെ പോയി, പിന്നെ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി. ഇതെല്ലാം ഞാൻ സന്ധ്യയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. വീഡിയോയിൽ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരു ദിവസത്തെ മുഴുവൻ ജോലികളല്ല. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, കൊച്ചിന് ഫുഡ് കൊടുത്തു. പിന്നെ ഞാനും ഫുഡ് കഴിച്ചു. ഞാനും നമ്മുടെ പക്ഷിക്കുഞ്ഞും കൂടി ഫുഡ് കഴിച്ചു. കൂടെ മിലോ കുഞ്ഞിന് ഫുഡ് കൊടുത്തു, ഡോഗ്സിന് ഫുഡ് കൊടുത്തു. കുറേ ജോലികൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മുഴുവൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മള് കുക്കിംഗ് വീഡിയോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട്
ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടുട്ടു എന്നാണ് എന്റെ പശുക്കുഞ്ഞിന്റെ പേര്. ടുട്ടു പശുക്കുഞ്ഞ് പിന്നെ ഫുൾ ടൈം നമ്മളോട് സംസാരമായിരിക്കും കേട്ടോ. ചില ദിവസങ്ങൾ അതിന് ഉറക്കവേ ഇല്ല കേട്ടോ. അതിന് എന്നെ അങ്ങ് ഭയങ്കര മിസ്സിങ്, അത് പോകത്തേ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് വന്നു, ബ്രഷൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് വലിയ ലൈറ്റ് ഇടുന്നത് ഇഷ്ടമേ ഇല്ല. എനിക്ക് ഡിം ലൈറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു രീതി തന്നെ. പിന്നെ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടയ്ക്ക് ലൈറ്റ് ഇടുന്നേ ഉള്ളൂ. ഈ ഡിം ലൈറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല വെട്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഹ്യൂമിഡിറ്റിയും കിട്ടും. ആ കൂടെ ഇതിങ്ങനെ ഈ ഒരു വിറക് കത്തുന്ന ഈ ഒരു എഫക്റ്റും ഒക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു റൂം എന്ന് പറയുന്നത് എന്റെ ഈ ബെഡ്റൂമാണ് കേട്ടോ. ഇതിലേക്ക് അധികം കയറി വരാൻ സമയം കിട്ടാറില്ല നമ്മുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നാലും എന്റെ പ്രതീക്ഷയാണ് വൈകുന്നേരം നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഇവിടെ വന്നിരിക്കുക, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കി കുറെ ഇൻസ്റ്റാ വീഡിയോസ് ഒക്കെ കാണുക, നല്ല നല്ല കുറെ വീഡിയോസ് ഒക്കെ കാണുക, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക. പിന്നെ നിങ്ങൾ തന്നിരിക്കുന്ന കുറെ മെസ്സേജുകൾ ഉണ്ടാവും, അതിനെല്ലാം റിപ്ലൈ കൊടുക്കുക, ഓർഡർ ഒക്കെ എടുക്കുക. അതെന്റെ ഒരു എന്താ പറയാ ഒരു ഡ്രീം വേൾഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂം ആണ് എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരു അന്തരീക്ഷം കേട്ടോ. ഇതുപോലെ തന്നെ മുകളിലൊരു റൂമും കൂടിയുണ്ട്. അത് ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം. അവിടെ ഞാൻ ഇതുപോലെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വരും വ്ലോഗുകളിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ടുട്ടു പശുക്കുഞ്ഞ് ഇന്ന് ഭയങ്കര മിസ്സിങ്, കുറേ മുതൽ തന്നെയായിരുന്നു. ഫൈനലി അത് അതിന്റെ ആ തൊപ്പിക്കകത്ത് കയറി കിടക്കും. അപ്പൊ പിന്നെ ഞാൻ അതിനെ പൂച്ച അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ മുകളിലൊരു ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടും കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോ അത് വീണ്ടും അതിന് പറന്നു വന്നു കേട്ടോ. അതിന് ലൈറ്റ് ഓഫ് ആക്കി സമാധാനം കിട്ടിയാൽ മാത്രമേ അത് അവിടെ കിടന്നുറങ്ങുള്ളൂ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുത്തോന്നൊരു സംശയം ഉള്ളതുകൊണ്ടായിരിക്കും അത് പറഞ്ഞു വരും കേട്ടോ. എന്റെ ഒരു ബ്യൂട്ടി കെയർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഈ ബോഡി മോയ്സ്ചർ ആണ് കേട്ടോ. അത് ബോഡിയിൽ ഞാൻ മുഖത്തും കുറച്ച് തേക്കാറുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. വിവാക്സും കോക്കനട്ട് ഓയിലും ആയതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രകസനങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത്. നമ്മൾ അനാവശ്യ സാധനങ്ങൾ, കെമിക്കൽ ചേർന്ന പ്രൊഡക്റ്റുകൾ, സ്റ്റീറോയിഡൊക്കെ ചേർന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമെല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് ഒലിക്കും പോലെ ആയി പോകും. നമ്മുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയർ ഉണ്ട്. അപ്പൊ അത് തകർന്നു പോകും നമ്മൾ ഒത്തിരി കെമിക്കൽ ചേർന്ന സാധനങ്ങളൊക്കെ ചേർത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം. അപ്പൊ നമ്മുടെ മുഖം ഒരുമാതിരി വ്രണം വെച്ച പോലെ, പിഗ്മെന്റേഷൻ അടിച്ച് ചൊറി പിടിച്ച പോലെ ആയി പോകും. പിന്നെ അതൊന്ന് ഹീലായി വരാനൊക്കെ, ഹീലായാലും പാട് വരുമല്ലോ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യമായിട്ട് ഒരു സാധനം മുഖത്തേക്ക് ചെയ്യാറില്ല. നമ്മുടെ കസ്തൂരി മഞ്ഞളിടും, നമ്മുടെ രക്തശാലി ഫേസ് പാക്ക് ഇടും, ടൈം പോലെ നമ്മുടെ ബ്യൂട്ടി ഓയിൽ ഉണ്ട്, അതുകൊണ്ട് മസാജ് കൊടുക്കും. ഇതൊക്കെ ഇതിന്റെ പകൽ സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്താം. അങ്ങനെ രാത്രി എന്റെ കെയർ എന്ന് വെച്ചാൽ മുഖം നന്നായിട്ടൊന്ന് കഴുകി ബ്രഷ് ചെയ്ത്, ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ മുഖം ഒന്നുകൂടി കഴുകും. അന്നേരം നമ്മുടെ തന്നെ ഒരു ഫേസ് ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റ് കിട്ടുന്ന ഫേസ് വാഷ് പൗഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ബോഡിയിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു വിവാക്സിന്റെ ഈ ഒരു ബോഡി മോയ്സ്ചർ തേക്കും. അടിപൊളിയാണ് കൂട്ടുകാരെ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് മുഖത്ത് ഇതിന്റെ pH നമ്മുടെ മുഖത്തിന് തേക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായതുകൊണ്ട് ഞാൻ അത് മുഖത്ത് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. കണ്ണിന്റെ താഴെയും കവിളുകളും നെറ്റിയും ഒക്കെ ഒന്ന് മസാജ് ചെയ്യണം. പിന്നെ ചെവിയുടെ രണ്ട് വശത്തുകൂടി നമ്മുടെ വിരലിങ്ങനെ കടത്തിയിട്ട് അങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മുഖത്ത് കെട്ടിക്കിടക്കുന്ന നമ്മുടെ ഈ ഒരു ലിംഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ട്, ആ ഒരു ലിംഫ് ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് ഒഴുകി താഴേക്ക് പോകും. അപ്പൊ നമ്മുടെ മുഖം അങ്ങനെ ചുക്കി ചുളിയാതെ അല്ലെ ഹാങ് ആവാതെ അങ്ങനെ നിന്നോളും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ മസാജിന്റെ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ പഴയ ബ്ലോഗിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. എന്തായാലും എല്ലാ ദിവസവും ഞാൻ ഇതെന്റെ റുട്ടീനാണ് കേട്ടോ. കിടക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്ന് ഇതുപോലെ നമ്മുടെ ബോഡി മോയ്സ്ചർ മുഖത്തും കൂടി കുറച്ചൊന്ന് തേച്ചൊന്ന് മസാജ് ഒക്കെ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ചുണ്ടയിൽ നമ്മുടെ തന്നെ പ്ലെയിൻ ലിപ് ബാം ഉണ്ട്, അതും കൂടി തേച്ച് ആ ഒരു രീതിയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അതുപോലെ കഴുത്തേലും കയ്യിലും കാലയിലും ഒക്കെ ഞാൻ നമ്മുടെ ബോഡി മോയ്സ്ചർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ മേടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഈ പ്ലെയിൻ ലിപ് ബാമും അതുപോലെ തന്നെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചറും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു കുഴപ്പവും വരത്തില്ല. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്ന അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോടും നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ വ്ലോഗ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ലൈക്ക് തരണം, ഒരു കമന്റ് ഒക്കെ എഴുതി തരണം കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പം അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പൊ എന്റെ പശുക്കുഞ്ഞിന്
ആക്ച്വലി പോയി കിടക്കണം. അതിങ്ങനെ വിരകുവാണ് കേട്ടോ. അത് കിട്ടുന്ന ഓട്ടയിലൊക്കെ അത് കയറി ഇരുന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് അത് നോക്കുന്നത് കേട്ടോ. അതിനിങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ അതിനറിയാം അതിന് ഉറങ്ങണം. അപ്പൊ പക്ഷെ അതിന് സ്വന്തമായിട്ട് പറഞ്ഞാൽ കൂട്ടി പോയിരിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് പോലെ അതിനെ ഞാൻ തന്നെ കൊണ്ടുവിടണം. അപ്പൊ എനിക്കൊരു 2-3 ഉമ്മയൊക്കെ തന്ന വീണ്ടും ഞാൻ അതിലിങ്ങനെ പൊതിഞ്ഞ് വെക്കണം, അതിന്റെ തൊപ്പിയെടുത്ത്. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ കളിക്കുന്നത് കേട്ടോ. അങ്ങനെ പക്ഷെ ലൈറ്റ് ഓഫ് ആക്കിയില്ലേ അത് വീണ്ടും അവിടുന്ന് തലമുക്കി നോക്കും. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, എന്റെ ബ്യൂട്ടി കെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടവിടെ വിടാം എന്ന് ഓർത്തു കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കുമ്പോഴും എന്റെ മനസ്സിൽ പലതരം ചിന്തകളും എന്റെ ഡ്രീമുകളും അങ്ങനെ, അതുപോലെ എന്റെ ഫ്രണ്ട്സ് അവര് വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങള്, അല്ലെങ്കിൽ അവര് മെസ്സേജ് വിട്ടപ്പോ പറഞ്ഞ കാര്യങ്ങള്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, പിന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉറങ്ങുമ്പോ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ സമയം എന്റെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉള്ള കൂട്ടത്തില്. ഓവർ തിങ്കിങ് മീൻസ് അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഞാൻ തിങ്ക് ചെയ്യുന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും എന്റെ ഡ്രീമുകളെ കുറിച്ചും ഒക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ചോദ്യവും ഉത്തരവും ജഡ്ജ്മെന്റും ഒക്കെ ഞാൻ തന്നെയായിരിക്കും നടത്തുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് പിന്നെ ഞാൻ കുറച്ചു നേരം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇനി പതുക്കെ നമുക്ക് കിടക്കാം. ഇപ്പൊ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോ ഈ ലൈറ്റ് ഇട്ടതാ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ ഡിം ലൈറ്റിലായിരിക്കും കേട്ടോ. ആ ഡിം ലൈറ്റിലിരിക്കുന്നതും ഇവിടെ എല്ലാ ജോലികളും എനിക്ക് ഡിം ലൈറ്റ് ചെയ്യുന്നതും തന്നെ എനിക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ അപ്പോ അതാ ഞാൻ വീണ്ടും ഡിം ലൈറ്റ് ആക്കി. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, നമുക്ക് അത്യാവശ്യം വെട്ടാതെ കിട്ടുന്നുണ്ട്. ക്യാമറയ്ക്ക് നല്ല വെട്ടം വേണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറേ റിപ്ലൈ എല്ലാം കൊടുത്തു. പിന്നെ നമുക്ക് വോയിസ് മെസ്സേജ് ഒക്കെ വിടേണ്ടവർക്കൊക്കെ അത് അങ്ങനത്തെ എല്ലാം വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വളരെ സമാധാനത്തോടെ ഞാൻ കുറച്ചേരം പ്രാർത്ഥിക്കും കേട്ടോ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടെല്ലാം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ശാന്തമായിട്ട് സുന്ദരമായിട്ട് എനിക്ക് ഇത്രയും സമാധാനം എന്റെ മനസ്സിൽ കിട്ടുന്നതുകൊണ്ട് അതിനൊക്കെ നമുക്ക് നമ്മുടെ ദൈവത്തിനോട് നന്ദി പറയണം, പ്രകൃതിയോട് നന്ദി പറയണം. അങ്ങനെ ഇത്രയും സമാധാനം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല, കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒരു നന്ദി എന്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പണ്ടത്തേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട് എല്ലാത്തിനോടും. അതിനുശേഷം പിന്നെ ഞാൻ ഈ ലൈറ്റ് ഓഫ് ആക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു ഡ്രീം ഉണ്ട് കേട്ടോ. ആ ഡ്രീമിനെ കുറിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ട് വീണ്ടും അത് ഒരു ദിവാസ്വപ്നം കാണും പോലെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡീപ് സ്ലീപ്പിലേക്ക് പോകാത്ത എല്ലാ സമയവും എന്റെ മനസ്സിൽ ഞാൻ ഡ്രീം കാണുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ആ ഡ്രീം നടന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് കടന്ന് കുറച്ചു നേരം കൂടി ആലോചിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ. അവരെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും നമ്മളിങ്ങനെ ഫൈനലി നമ്മളങ്ങ് ഉറങ്ങാൻ പോകുന്നത് അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫാക്കി പിന്നെ ഭയങ്കര സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഏറ്റവും പീസ്ഫുൾ ആയിട്ട് നമ്മളങ്ങ് കിടന്നുറങ്ങും. പിന്നെ ഇനി നാളെ നമുക്ക് ഇതുപോലെ റിപ്പീറ്റേഷൻ തന്നെയാണ്. വളരെ സമാധാനമുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നാളെ എണീക്കും. പുറത്ത് നല്ല മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. അപ്പൊ എനിക്കറിയാം പിറ്റേ ദിവസം ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും ഞാൻ എണീക്കുന്നത്. അതായത് നമ്മുടെ ഫ്രൂട്ട്സും ചാമ്പയും ഇലകളും ഇന്ന് രാവിലെ നമ്മൾ വളരെ വൃത്തിയായിട്ട് അടിച്ചു വരിക മുറ്റത്തേക്ക്. ഇതേപോലെ എല്ലാം വീട് നിറഞ്ഞു കിടക്കും. അത് പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. എന്റെ സന്തോഷമാണ് ശരിക്കും നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഫോറസ്റ്റിനകത്തുള്ള ഒരു വീട്, ലൈക്ക് ഒരു ഫെയറി ടൈല്, അതേപോലെയുള്ള അതെന്റെ ഡ്രീം ഹോമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസം ഇതുപോലെ അടിച്ചു വരുന്നതിനോ വൃത്തിയാക്കുന്നതിനോ ഒന്നും എനിക്കൊരു മടിയും തോന്നാറില്ല. എനിക്ക് ഇഷ്ടമാണത് ആക്ച്വലി കേട്ടോ. ഇതേപോലെ അതിലും ഒരു ഭംഗിയുണ്ടല്ലേ, ഫ്രൂട്ട്സ് ഒക്കെ വീണെടുക്കുന്നത്, ഇലകളൊക്കെ വീണെടുക്കുന്നത്, മഴയൊക്കെ നനഞ്ഞുള്ള അന്തരീക്ഷം, എല്ലാത്തിനും ഒരു ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര ശാന്തതയാണ്, ഭയങ്കര ഭംഗിയാണ്, എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, സ്വപ്നങ്ങൾ കാണാനുള്ള മനസ്സ് തന്നിട്ടുണ്ട്, നമുക്ക് ജോലി ചെയ്യാനോ മനസ്സുമെടുക്കാതെ ജോലി ചെയ്യാനുള്ള ഒരു ഉത്സാഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാം, അടിച്ചു വരാം, വൃത്തിയാക്കാം. അതൊരു രസം തന്നെയാണല്ലേ. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതം അല്ലെ. അപ്പം സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞാൻ ഉറങ്ങട്ടെ. പിറ്റേ ദിവസം ഇതേപോലെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ വീണ്ടും എണീക്കും. അപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങളും പുതിയ ചർച്ചകളും പുതിയ കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് സ്ക്രീനിൽ കാണുന്നതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ചെടികളും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ വാട്സപ്പിലേക്ക് വായോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ സന്തോഷത്തോടെ കണ്ടുമുട്ടാം. ബൈ ബൈ.